നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൌക്കത്താണ് എന്റെ കൂടെയുള്ളത്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ പ്രചാരണത്തെ മഴ ബാധിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്. പക്ഷേ പോളിംഗിനെ ബാധിക്കുമോ? ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെങ്കിൽ പോളിംഗിനെ ബാധിക്കില്ല. ഒരു കാലത്തുമില്ലാത്തൊരാവേശം ജനങ്ങൾക്കുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ UDFിൻ്റെയൊക്കെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പഴയ ആളുകൾ അവരൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവാറൊന്നുമില്ല. അവരൊക്കെ ഇവിടെ അനാരോഗ്യം പരിഗണിക്കാതെ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും അതേപോലെ കുടുംബയോഗങ്ങളിലും ഒക്കെ അവർ വരണം എന്ന് അവർ നിർബന്ധം പിടിക്കുക. എന്നിട്ട് പലരും മക്കളൊക്കെ എന്നോട് പറയാണ്, പിന്നെ ഉപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു കാലത്തും ഇല്ലാത്ത ഒരടങ്ങാത്ത ആവേശം. ഇപ്പം ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ നല്ല മഴയാണ്. നല്ല മഴ. മൂത്തേടത്ത് നടത്തിയ പരിപാടിയിൽ നല്ല മഴയാണ്. 3 മണിക്ക് വരുന്നവരുടെ 5:30 മണിക്കാണ് പ്രിയങ്കാജി എത്തുന്നത്. പ്രിയങ്കാജി 5:30 മണിക്ക് എത്തുമ്പോൾ ഈ ആളുകൾ മഴ കൊണ്ട് നിൽക്കുകയാണ്. മഴ കൊണ്ടിട്ട് ഒരു പന്തൽ പോലും ഇല്ല. മഴ കൊണ്ട് റോഡ് തിങ്ങി നിറഞ്ഞ് നിൽക്കുക. നമുക്കൊരു വാഹനം മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നിലമ്പൂർ ചന്തക്കുന്നിലും ഒരു ഭയങ്കര എന്താ പറയുക, ഒരു സൂചി കുത്താൻ ഇടയില്ലാത്ത. പക്ഷെ അപ്പൊ ഈ ആവേശം തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോളിംഗിൽ പ്രതിഫലിക്കണമെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ UDF പ്രവർത്തകർ നല്ല പണിയെടുക്കേണ്ടി വരില്ല. ഇപ്പൊ മഴയും കൂടി ആകുമ്പോൾ സ്വാഭാവികമായി വന്ന് വോട്ട് ചെയ്യുന്നവർക്ക് ഒരു മടി തോന്നിയാലോ? ഇല്ല, ഞാൻ പറയട്ടെ, എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് നല്ല ആവേശം ഉണ്ടായ, UDF പ്രവർത്തകർക്ക് നല്ല ആവേശം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്രയധികം ആളവിടെ വരുന്നത്. പിന്നെ മാത്രമല്ല, പോളിങ്ങിന് ഒരു നിലക്ക് മഴ ബാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു പദ്ധതികളൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പോളിങ്ങിനെ ബാധിക്കാത്ത രൂപത്തിൽ. ഇപ്പം മാത്രമല്ല, വേറെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. 59 പുതിയ ബൂത്തുകളുണ്ടായി. മറ്റേത് പോളിംഗിന് വന്നിട്ട് ക്യൂ നിൽക്കണം, വലിയ ക്യൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത 59 ബൂത്ത് പുതുതായി വർദ്ധിച്ചിരിക്കുക. 204 ഉള്ളത് നേരെ 263 മാറി. അപ്പോൾ എവിടെയും വലിയ ക്യൂ ഉണ്ടാവില്ല. ആളുകൾക്ക് പെട്ടെന്ന് വന്ന് വോട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ പൊതുവിൽ നിലമ്പൂർ UDFിന് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലമാണെന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ ഇപ്പോൾ M സ്വരാജ് സ്ഥാനാർത്ഥിയായി വരികയും CPMന്റെ അണികൾ ഒന്നാകെ വളരെ ശക്തമായി മുന്നിട്ടിറങ്ങുകയും ചെയ്തതിനു ശേഷം മത്സരം കടുത്തു എന്നൊരു തോന്നലുണ്ടോ താങ്കൾക്ക്? ഒരിക്കലുമില്ല. ഇവിടെ CPM കാൻഡിഡേറ്റ് വരുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള CPMന് വോട്ട് കുറയുക ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നോടൊരു കണക്ക് സ്വരാജ് പറഞ്ഞു, ഞാനത് പറയാം. 2001 സ്വതന്ത്രം വെച്ച് മത്സരിച്ചപ്പോൾ ദയനീയമായ പരാജയമായിരുന്നു അവർക്ക്. 2004 പക്ഷേ അവർ നിലമ്പൂർ സെഗ്മെന്റിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സെഗ്മെന്റിൽ നല്ല ഭൂരിപക്ഷം നേടിയിട്ടുണ്ടായി എന്ന് പറഞ്ഞു. 2004 ഇവൻ നമുക്കറിയാലോ. 2004 അവര് ഭൂരിപക്ഷം. അതെ, അതെന്ന് വെച്ചാൽ മൊത്തത്തിൽ 19 ലോക്സഭാ സീറ്റിലും അവർ വിജയിച്ച തെരഞ്ഞെടുപ്പാണ്. അതൊക്കെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കേരളത്തിൽ മൊത്തമായിട്ടുണ്ടായ ആ സാഹചര്യം ഇപ്പോഴുണ്ടെന്നാണ് സ്വരാജ് പറഞ്ഞത്. സാഹചര്യം നമുക്ക് വളരെ വ്യക്തമാണല്ലോ. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വണ്ടൂര് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ വണ്ടൂര് കഴിഞ്ഞാൽ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തത് നിലമ്പൂരാണ്. MLA പോലും ഇല്ലാത്ത നിലമ്പൂരാണ് ഏറ്റവും 65,000 ഭൂരിപക്ഷം കൊടുത്തത്. നമ്മൾ ബത്തേരിയേക്കാളും കൽപ്പറ്റയേക്കാളും പിന്നെ ഏറനാടിനേക്കാളും നമ്മൾ ഭൂരിപക്ഷം നമ്മൾ കൊടുത്തു. മാത്രമല്ല, ഇവിടെ നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പുകൾ. ഈ 2 വർഷത്തിൽ നടന്ന 6 ഉപതെരഞ്ഞെടുപ്പിലും CPMന്റെ സീറ്റ് മുഴുവൻ നമ്മൾ പിടിച്ചെടുത്തു. നമ്മളെ സീറ്റുകളൊക്കെ നിലനിർത്തിയത് അതിന്റെ 10 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് നമ്മൾ നിലനിർത്തിയത്. തീർച്ചയായും. ഞാനപ്പോൾ ഈ കണക്കുകളിലേക്കല്ല പോകുന്നത്. പക്ഷേ PV അൻവർ എന്ന സ്ഥാനാർത്ഥി ഇവിടെ മത്സരരംഗത്തുണ്ടാവുമ്പോൾ നിലവിൽ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു സ്വാധീനവും മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ റാലിയെക്കുറിച്ച് പൊതുവിൽ നല്ല മതിപ്പുമുണ്ട്. ഞാൻ ചില ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ടായി എന്ന തരത്തിലുള്ള അഭിപ്രായവും വന്നിട്ടുണ്ട്. ഒരു ഭീഷണിയാണോ അൻവർ താങ്കൾക്ക്? ഒരിക്കലുമല്ല എന്ന് മാത്രമല്ല, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡയറക്റ്റ് UDF-LDF മത്സരമാണ്. കൃത്യമായ LDF-UDF മത്സരം. 9 വർഷത്തെ ഗവൺമെന്റിനെതിരെ
ഈ അതിന്റെ കേരളത്തിന്റെ ദുസ്ഥിതിക്കെതിരെ പ്രതികരിക്കാൻ വോട്ട് പാഴാക്കണ്ട എന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതിലൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ആ വോട്ട് പാഴാക്കരുത് എന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഒരു വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുമായിരുന്ന ഒരു സീറ്റ്, നിലമ്പൂർ എന്ന സീറ്റ് PV അൻവർ കൂടെ നിന്നുകൊണ്ട് നേടാൻ കഴിയുമായിരുന്ന സീറ്റ് ഇത്ര ഒരു കടുത്ത മത്സരത്തിലേക്ക് എത്തിച്ചതിന് പിന്നിൽ അൻവറെ കൂട്ടേണ്ട എന്ന തീരുമാനത്തിനൊരു ഘടകം, അതിനൊരു പങ്കില്ലേ ശ്രീ ആര്യാടൻ? ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചു, അങ്ങനെയൊന്നും എത്തിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഓരോരുത്തർ പറയുന്നതാണ്. ഇവിടെ ഇലക്ഷൻ പാർട്ടി ആദ്യം പറഞ്ഞത് എന്താ, ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ തമ്മിലൊന്നും അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത്, ഈ നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ജോയിയാണ്, VS ജോയി. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു വാദമെന്ന് പറയുന്നത്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ന്യൂനപക്ഷ വർഗീയതയെ UDF വളരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നു? എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ന്യൂനപക്ഷ വർഗീയതയെ UDF കൂട്ടുപിടിക്കുകയാണ്, അല്ല ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊരു ആരോപണമാണ് വളരെ കൂടുതലായി മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രസംഗങ്ങളിൽ മുഴുവൻ ഉയർത്തുന്ന ആരോപണം അതാണല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ UDFനെ ബാധിക്കുമോ എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കാലത്തൊക്കെ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി കുഴപ്പമില്ല. അത് UDFനെ പിന്തുണച്ചാൽ അത് വർഗീയ ഭീകരവാദ സംഘടനയായി മാറും. ജമാഅത്തെ ഇസ്ലാമി ഇതിനു മുൻപ് UDFനെ പിന്തുണച്ചല്ലോ. 2019 പിന്തുണച്ചു പാർലമെന്റ് ഇലക്ഷനിൽ ഇവിടെ രാഹുൽ ഗാന്ധിക്ക്. 2024 രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു. 2024 അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ചു. ഇത് LDFനെ കഴിഞ്ഞ കാലത്തൊക്കെ പിന്തുണച്ചു എന്ന് LDFനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ LDFനെ പിന്തുണക്കുമ്പോൾ ഇത് മതേതര വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ ചേരി. ഈ UDFനെ പിന്തുണക്കുമ്പോൾ ഇത് ഭീകരവാദ സംഘടന. അത് കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ ശരിക്കും എന്താ ജമാഅത്തെ ഇസ്ലാമി താങ്കളുടെ പറഞ്ഞല്ലോ, അത് അവര് പറഞ്ഞ കാര്യമാണല്ലോ എന്നോട് ചോദിച്ചത്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.